ജോർജ് പൊടിപ്പാറ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. കേരളത്തിൽ ഈ സമ്മേളനം അവസാനിച്ചു. പക്ഷേ അതിൻ്റെ തുടർ വാർത്തകൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകൾക്കെല്ലാം ഇടയിൽ നിന്ന് ഈ സമ്മേളനത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ആമുഖവാക്യങ്ങൾ അതാണിപ്പോൾ പറയേണ്ടത്. ജോർജ് പൊടിപ്പാറ. മഴ തോർന്നാലും മരം പെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ പാർട്ടിയായ CPM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് ഒരു മഹാസംഭവം തന്നെയാണ്. അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിൻ്റെ സംഘാടന മികവ് കൊണ്ട്, അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ബാഹുല്യം കൊണ്ട്, അതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ സജീവത കൊണ്ടൊക്കെ ആ സമ്മേളനം ശ്രദ്ധിക്കപ്പെടും. അത് ചർച്ചാ വിഷയമാകും, വിമർശിക്കപ്പെടും, വ്യാഖ്യാനിക്കപ്പെടും, അപഗ്രഥിക്കപ്പെടും. ഇതെല്ലാം സ്വാഭാവികമാണ്. ആ സ്വാഭാവിക പ്രക്രിയയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ മാധ്യമ വിശകലനങ്ങളെ അതൊരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ദോഷൈക ദൃക്കുകളായിട്ടുള്ള മാധ്യമങ്ങൾ, അവർ നന്മ കാണുന്നില്ല, മറിച്ച് വിമർശനം അല്ലെങ്കിൽ വിമർശിക്കാൻ എന്തുണ്ട് എന്ന് മാത്രമാണ് നോക്കുന്നത് എന്നൊരു സമീപനത്തോട് എനിക്ക് യോജിപ്പില്ല. ഇതിപ്പോ മാധ്യമങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ആത്യന്തികമായിട്ട് മാധ്യമങ്ങളുടെ റോൾ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ റോളാണ് എന്ന് എല്ലാ കാലത്തും മാധ്യമങ്ങളെ കുറിച്ച് അറിയാവുന്ന, അത് നമുക്ക് എല്ലാവർക്കും നമ്മൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ സ്തുതിക്കുകയല്ല മാധ്യമങ്ങളുടെ പങ്ക്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ യഥാർത്ഥ ധർമ്മം എന്നുള്ളത് ചന്ദ്രശേഖരൻ എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഉയരുന്ന വിമർശനങ്ങൾ സ്വാഭാവികമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഈ സമ്മേളനത്തിൽ എന്റെ വിയോജനം എന്ന് പറയുന്നത്, ഇപ്പോ ലാൽകുമാർ പറഞ്ഞ കാര്യങ്ങളോട് പൊതുവിൽ ഞാൻ യോജിക്കുകയാണ്. കാരണം സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ, അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുടെ നിർവഹണത്തിലൂടെ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്നതിലൂടെ മാത്രമേ വികസനം വരുള്ളൂ. വികസനം ഇങ്ങനെ ചുമ്മാ അങ്ങ് ഓടിക്കയറി വരുന്ന ഒരു സാധനമല്ല. അതിനാവശ്യമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, റോഡ്, അതുപോലെ തന്നെ തുറമുഖങ്ങൾ, റെയിൽവേ, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് കൂടാതെ വികസനം ഉണ്ടാവില്ല. ലോകത്ത് എവിടെ വികസനം നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഈ മേഖലകളിൽ വലിയ കുതിപ്പ് അനിവാര്യമായിട്ടുണ്ട്. അതുള്ളിടത്താണ് വികസനം വരാറ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആ രീതിയിൽ വേറെയും ചില ഘടകങ്ങളുണ്ട്. അതായത് കേരളത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ട് പറയുന്നത്, കേരള മോഡൽ എന്ന് പറയുമ്പോൾ ലോകത്തെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പൊതുവിൽ കാണുന്ന അത് ഒന്നുകിൽ കാർഷിക മേഖലയുടെ വികസനത്തിലൂടെ, കുതിച്ചുചാട്ടത്തിലൂടെ, അല്ലെന്നുണ്ടെങ്കിൽ വ്യാവസായിക കുതിപ്പിലൂടെ ആണ് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്തായാലും ഒരു രാജ്യത്തായാലും വികസനം പലപ്പോഴും യാഥാർത്ഥ്യമാകുന്നത്. പക്ഷെ കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അതൊരു സവിശേഷമായ അവസ്ഥയാണ്. ഇവിടെ കാർഷിക മേഖലയിൽ വൻ കുതിപ്പില്ല. നമ്മുടെ ഭക്ഷണത്തിന് പോലും 42 ലക്ഷം ടൺ അരി വേണ്ടെടുത്ത് 36 ലക്ഷവും പുറത്തുനിന്ന് വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാടിനോടോ കർണാടകയോടോ മഹാരാഷ്ട്രയോടോ അതല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളോടോ ഗുജറാത്തിനോടൊന്നും മത്സരിച്ച് ആ രീതിയിലുള്ളൊരു മികവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേരളം വികസിക്കുന്ന ടെർഷ്യറി സെക്ടറിൽ അല്ലെങ്കിൽ സർവീസ് സെക്ടറിലെ വികസനം കൊണ്ടാണ്. കേരളത്തിന്റെ മൂലധനം എന്ന് പറയുന്ന ഫിസിക്കൽ മൂലധനം അല്ല, അല്ലെങ്കിൽ ക്യാഷ് മൂലധനം അല്ല, മറിച്ച് മനുഷ്യ വിഭവ മൂലധനമാണ്. അതാണ് ഏറ്റവും വലിയ മൂലധനം കേരളത്തിന്റെ. അപ്പൊ അങ്ങനെ പല ഘടകങ്ങളുണ്ട്. മാത്രമല്ല, വികസനത്തെ കുറിച്ച് പറയുമ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ്, ഒരു നിശ്ചിത റേറ്റിന് മീതെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. ആ ഇൻവെസ്റ്റ്മെന്റ് സാധ്യമാകണമെങ്കിൽ അതിന് ആനുപാതികമായ സേവിങ്സ് ഉണ്ടാവണം. ഇതൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു നിയമം, റോസ്റ്റോ കൊണ്ട് പറഞ്ഞു വെച്ച ഒരു നിയമമുണ്ട്, ഒരു ക്രിട്ടിക്കൽ മിനിമം എഫർട്ടിനെ കുറിച്ച്. ഒരു എയറോപ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഈ പറഞ്ഞ എയറോഡ്രോമിലൂടെ 10-100 കിലോമീറ്ററിൽ 1000 വർഷം ആ ഇതിലൂടെ റൺവേയിലൂടെ ഓടിയാലും അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ക്രിട്ടിക്കൽ മിനിമം ഗ്രൗണ്ട് സ്പീഡ് ആർജിച്ചാൽ മാത്രമേ ആ എയറോപ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സമ്പദ്ഘടനയുടെ കാര്യത്തിലും ശരിയാണ്. ആ ഒരു ക്രിട്ടിക്കൽ മിനിമം സ്പീഡ് ആ സമ്പദ്ഘടനയ്ക്ക് ആർജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കേരളം ഈ പറഞ്ഞ രീതിയിൽ കുറെ കാലം ഈ ഗ്രൗണ്ട് സ്പീഡ് ഇല്ലാതെ ഇങ്ങനെ റൺവേ കൂടെ ഇങ്ങനെ കുറെ ഓടി, പക്ഷെ അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടേക്ക് ഓഫ് ചെയ്യേണ്ടത് ഇനിയുള്ള ഘട്ടത്തിൽ കേരളത്തിന് ആവശ്യമാണ്. പക്ഷെ എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഈ സംസ്ഥാന സമ്മേളനത്തിൽ, ഞാൻ സാധാരണഗതിയിൽ ഒരു CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സമകാലീന ഇന്ത്യയിൽ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത്
കേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഫാസിസ്റ്റ് ആണോ അല്ലേ എന്നുള്ള തർക്കമൊക്കെ സെമി ഫാസിസ്റ്റ് ആണോ, അർദ്ധ ഫാസിസ്റ്റ് ആണോ, നിയോ ഫാസിസ്റ്റ് ആണോ, ഈ തർക്കത്തിനപ്പുറത്ത് അത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള രാഷ്ട്രീയ എതിരാളികൾ ഏത് വിധേനയും അടിച്ചമർത്തുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏതു മാർഗവും അവലംബിക്കുന്ന, ഇനി ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ആളുകളെ വിലക്കെടുത്ത് ഇങ്ങനെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു ഭരണം കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ പലതിനും ദിശാബോധം നൽകേണ്ട, ചർച്ചകൾക്ക് നേതൃത്വം നൽകേണ്ട ഈ സമ്മേളനത്തിൽ, CPM-ന്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ആ ദിശയിലുള്ള രാഷ്ട്രീയ ചർച്ച എത്ര ഫലപ്രദമായി നടന്നു? എന്തുകൊണ്ട് അത് ഉണ്ടായില്ല? പകരം അതിനേക്കാൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമാണ് അവിടെ നടന്നത്. ഒരു ഗവൺമെന്റ് സമ്മേളനത്തിന്റെ ഒരു പ്രതീതി ഈ സമ്മേളനത്തിൽ ഉണ്ടായി, ഒരു CPM സമ്മേളനത്തിന്റെ പ്രതീതിക്ക് അപ്പുറത്ത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം താങ്കൾ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷ ധർമ്മമുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാനും മാധ്യമ വിമർശനം ഉയർത്തുന്ന ഒരാളാണ്. അതെന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷം എന്ന് വെച്ചാൽ തെരഞ്ഞെടുത്ത പ്രതിപക്ഷ റോള് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇന്ത്യ അവിടെ നിൽക്കുകയാണല്ലോ. ഇന്ത്യ ഭരിക്കുന്ന നയങ്ങളുടെ കീഴിൽ ആണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ത്യ ഭരിക്കുന്ന നയങ്ങളോട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ആരുടെ കൂടെ മാധ്യമങ്ങൾ നിൽക്കുന്നു? അവിടെ പ്രതിപക്ഷ ധർമ്മം പുലർത്തുന്നില്ല. പകരം കേരളത്തിലെ ഭരണത്തെ മാത്രം ആക്രമിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ ഏകപക്ഷീയമായി പോകുന്നു എന്ന തരത്തിലാണ് അത് വരുന്നത്. രണ്ട്, ഈ CPIM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ഘടന അനുസരിച്ച്, സമ്മേളനങ്ങളുടെയും സംഘടനാ രീതിയുടെയും ഘടന അനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ പ്രമേയം ആ പാർട്ടിയുടെ ഘടകങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിൽ നിർദ്ദേശങ്ങൾ ഓരോരുത്തരിൽ നിന്നും, പൗരന്മാരിൽ നിന്ന് പോലും എഴുതി വാങ്ങി അത് ചർച്ച ചെയ്യാൻ വേണ്ടി, രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടി അവരുടെ പാർട്ടി കോൺഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഘടനാ റിപ്പോർട്ട്, 3 വർഷത്തെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, അത് ചർച്ച ചെയ്യുന്നു, അത് അംഗീകരിക്കുകയോ മാറ്റങ്ങളോടുകൂടി അംഗീകരിക്കുകയോ ചെയ്യുന്നു. ഒപ്പം ഇത്തവണ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു, വികസന രേഖ കൂടി വന്നു എന്നാണ്. പക്ഷെ താങ്കളുടെ വിമർശനം സംഗതമാണ്. കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വിമർശ പക്ഷത്ത് ഉള്ള അഭിപ്രായഗതിയാണ് താങ്കൾ പറഞ്ഞത്. അതിവിടെ അതിൻ്റെ ഉള്ളടക്കമായി തന്നെ നിൽക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് 5ാമത്തെ ഭാഗവാക്കായി ഈ ചർച്ചയിലുള്ള ജനങ്ങൾ കേൾക്കട്ടെ.